പവിത്രമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുദീർഘമായ ബദറുമായി ബന്ധപ്പെട്ട ഒരു ഖുതുബയ്ക്ക് ശേഷം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംവദിക്കാനുണ്ട്. ഖുർആൻ ആദ്യമായി അവതരിച്ചത് അതിൻ്റെ സോഫ്റ്റ് കോപ്പിയാണ്. അത് അവതരിച്ചത് തന്നെ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്കാണ്. പിന്നീട് അതിനുശേഷമാണ് അത് നമ്മളിന്ന് കാണുന്ന ഖുർആനിൻ്റെ പ്രിന്റഡ് കോപ്പി വന്നിട്ടുള്ളത്. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് നമ്മുടെ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന അശാന്തിക്കും പ്രധാനപ്പെട്ട കാരണം നമ്മളുടെയൊക്കെ പക്കൽ ഖുർആനുള്ളത് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ തട്ടിൻ പുറത്തോ ആണ്. റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്താത്തതാണ് നമ്മളിത് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും മൂല കാരണമെന്ന് തുടക്കത്തിൽ പറഞ്ഞു വെക്കട്ടെ. ഈ ഖുർആനിന്റെ അമാനുഷികതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വെറുതെ അതിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് എടുത്തു നോക്കിയപ്പോൾ ഇന്ന് ലോകത്ത് ഖുർആൻ മുഴുവനായിട്ടും മനഃപ്പാഠമാക്കിയത് 200 മില്യണിലധികം ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. 114 അധ്യായങ്ങളുള്ള 600-ലധികം പേജുകളുള്ള ഈ ഖുർആൻ 200 മില്യണിലധികം മനുഷ്യന്മാര് ബൈഹാർട്ടാക്കിയിട്ടുണ്ട്. ആ 200 മില്യണിൽ നമ്മൾ കണ്ടതാണ്, പല വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച ചെറിയ മക്കളുണ്ട്, 4 വയസ്സും 5 വയസ്സുമുള്ള കുട്ടികളുണ്ട്, അന്ധന്മാരുണ്ട്, മറ്റു പല ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും ആ 200 മില്യണിലുണ്ട്. ഈ ഒരു കണക്ക് തന്നെ എടുത്തിരിക്കുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലും മറ്റ് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഖുർആൻ ഹിഫ്ള് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ കണക്ക് വെച്ചിട്ടാണ്. അല്ലാതെ നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ദർസുകളിലും അല്ലാതെയും ഒക്കെ ഖുർആൻ പൂർണ്ണമായി പഠിച്ച എത്രയോ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കണക്ക് 200 മില്യണിനും എത്രയോ മേലെ പോകും. മറ്റൊരു മതഗ്രന്ഥവും ബൈബിളോ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളോ ഒരു ഗ്രന്ഥവും മുഴുവനായിട്ട് പഠിച്ചത് ഒരു വ്യക്തി പോലും ഇല്ലെന്നുള്ളതാണ്. ഇതില് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങള്, ഓട്ടിസം ബാധിച്ച ചെറിയ കുട്ടിയൊക്കെ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് ഓതി കൊടുത്താൽ ബാക്കി തുടർന്ന് ഓതുന്ന അത്ഭുതമായ ഒരു സംഭവം ഖുർആനിന്റെ അമാനുഷികതയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. സ്വയം അപ്ഡേറ്റ് ആവുന്ന മഹാഗ്രന്ഥം. നമ്മളൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മൊബൈൽ ഫോണ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അതെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്ഡേറ്റ് ചെയ്യാതെ വന്നാൽ അത് പിന്നീട് ഹാങ് ആവും, വർക്കാതെ വരും, പിന്നെ അത് ഉപേക്ഷിക്കേണ്ടി വരും. ഖുർആൻ ഇറങ്ങിയിട്ട് ഇന്നത്തേക്ക് 1416 വർഷമായി. 1416 വർഷം മുമ്പ് ഇറങ്ങിയ ഖുർആൻ അതെങ്ങാനും അപ്ഡേറ്റ് ആവാതെ നിന്നിരുന്നെങ്കിൽ ഈ ഏറ്റവും ടെക്നോളജിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ യുഗത്തിൽ ഇത് പഴഞ്ചനാണ്, ഇത് ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഇതിന് നിലനിൽപ്പില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നത് പോലെ അത് സംഭവിക്കുമായിരുന്നു. സംഭവിക്കാതിരിക്കാൻ കാരണം ഖുർആൻ സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു മഹാഗ്രന്ഥമാണ്. അതിനുള്ള തെളിവുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്താൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഹദീദ്, ദ അയൺ, ഇരുമ്പെന്ന പേര് തന്നെ ഒരു സൂറത്ത്, 57-ാമത്തെ സൂറത്ത്. അതിൽ 25-ാമത്തെ ആയത്ത്, ലഖദ് അർസൽനാ റസൂലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ
والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنامع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز. സുബ്ഹാനല്ലാഹ്. ആയത്തിന്റെ മുഴുവനായ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ഭാഗം വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസും ഷദീദും വമനാഫിഉ ലിന്നാസ്. ഇരുമ്പിനെ നാം ആകാശത്ത് നിന്ന് ഇറക്കി എന്നാണ് ഈ സൂറത്തിൽ പറയുന്നത്. പിന്നെ പറയുന്നത് അതിലുണ്ട് ഫീഹി ബഅസും ഷദീദും, ആയോധന ശക്തി അതിലുണ്ട്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് GCCയിലും ഇറാനിലൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന മിസൈലുകളും അതിന്റെ ടാങ്കറുകളും മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ഹദീദ്, ഇരുമ്പ് കൊണ്ടാണ്. വമനാഫിഉ ലിന്നാസ്, മനുഷ്യർക്ക് അതുകൊണ്ട് മറ്റു ഉപകാരങ്ങളുണ്ട്. മനുഷ്യന്റെ മുഴുവൻ സിവിലൈസേഷൻ കെട്ടിപ്പടുത്തിട്ടുള്ളത് ഇരുമ്പ് കൊണ്ടാണ്. ഈ മസ്ജിദ് വരെ നമുക്കറിയാം, ഏതൊരു ബിൽഡിംഗ് ആയാലും വാഹനമായാലും എന്ത് തന്നെയായാലും ഇതിനൊക്കെ ശക്തി കൊടുക്കുന്നത് ഇതിന്റെ ഉള്ളിലുള്ള സ്റ്റീലാണ്. അതിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ മനുഷ്യർക്ക് മറ്റുപകാരങ്ങളും അതേപോലെ യുദ്ധമുറകൾക്ക് വേണ്ട ശക്തിയും പകരുന്ന ഇരുമ്പിനെ നാം ആകാശത്ത് നിന്ന് ഇറക്കി. അവിടെയാണ് നമ്മുടെ സയൻസ് കിടക്കുന്നത്. 1957 ഇത് ശാസ്ത്രീയമായി പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഖുർആനിൽ ഇത് 1416 വർഷം മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ തന്നെ ആലോചിക്കും, ഈ ഇരുമ്പ് ഇതെങ്ങനെ ആകാശത്ത് നിന്ന് വന്നു എന്നുള്ളത്. ഇരുമ്പിന്റെ ഒരു പ്രത്യേകത ഇവിടെ സയൻസ് പഠിച്ചവർക്ക് ഒക്കെ അറിയാം. +2 സയൻസ് വരെ പഠിച്ചവർക്ക് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ, അണുബോംബിന്റെ ഒക്കെ റിയാക്ഷൻ പഠിപ്പിക്കുമ്പോൾ പല ആറ്റങ്ങളുടെയും സ്ഥിരതയെക്കുറിച്ചുള്ള സ്ഥിരത കാണിക്കുന്ന ഒരു ഗ്രാഫ് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇങ്ങനെ പല ഏതാണ്ട് 118 ആറ്റങ്ങൾ, മൂലകങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. കാർബൺ, ഇരുമ്പ്, സ്വർണം ഒക്കെ, അലൂമിനിയം, കോപ്പർ, പലതും ഉണ്ട്. അത് ഇരുമ്പിന്റെ മാത്രം പ്രത്യേകത. ഈ ഒരു ഗ്രാഫിൽ ഏറ്റവും സ്ഥിരതയുള്ള എലമെന്റ്, ആറ്റം ഇരുമ്പിൻ്റെതാണ്. ആ ഇരുമ്പിന്റെ ആറ്റം തന്നെയാണെങ്കിൽ ശാസ്ത്രീയമായി പഠിച്ചു നോക്കുമ്പോൾ അത് ഒരു കാരണവശാലും ഭൂമിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഭൂമിയിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ആറ്റം ഉടലെടുക്കാൻ ശാസ്ത്രീയമായി യാതൊരു പോസിബിലിറ്റിയും ഇല്ല. അങ്ങനെ ശാസ്ത്രം അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് മനസ്സിലായത്, നക്ഷത്രങ്ങളിൽ തന്നെ സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ മാത്രമേ ഇരുമ്പുണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അത്രയും പ്രത്യേകതയുള്ള ന്യൂക്ലിയസ് ആണ് ഇരുമ്പിൻ്റെത്. അത് ഭൂമിയിൽ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ആകാശത്താണ് ഉണ്ടായത്. എന്നിട്ട് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഉൽക്കകളായി ഇറങ്ങി ആണ് ഭൂമിയിൽ ഇരുമ്പെത്തിയതെന്ന് ശാസ്ത്രീയമായി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ പഠിക്കുമ്പോൾ വിദ്യാർത്ഥികളെ വിശദമായി പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ ഇരുമ്പിന്റെ സ്ഥിരത എന്ന് പറയുന്നത്. ന്യൂക്ലിയർ റിയാക്ഷനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന GCC നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന മൂല കാരണം ഈ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ആണല്ലോ. ഇറാന്റെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പം ആക്രമണം തുടങ്ങിയത്. മുമ്പും നമുക്ക് ഓർമ്മയുണ്ട്, 1990-91 ഗൾഫ് യുദ്ധം നടന്നപ്പോ അന്നും ഇതേപോലൊരു കാരണമായിരുന്നു. അന്ന് അമേരിക്ക കണ്ടെത്തിയത്, അമേരിക്കയുടെ സ്പൈ സാറ്റലൈറ്റില് കുറെ അലൂമിനിയം പൈപ്പുകൾ ഇറാഖിൽ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. അപ്പൊ അത് കണ്ടപ്പോ ജോർജ് ബുഷ് അന്ന് പറഞ്ഞു, ഇത് ഈ ന്യൂക്ലിയർ ഇന്ധനമായ യുറേനിയം സമ്പുഷ്ടീകരിക്കാന്, അതിന് ന്യൂക്ലിയർ റിയാക്ടറൊക്കെ പ്രവർത്തിക്കാൻ യുറേനിയം നിറച്ചു വെക്കുന്നത് വലിയ അലൂമിനിയം പൈപ്പുകളിലാണ്. അതിന് വെച്ച് അലൂമിനിയം പൈപ്പാണ് ഇറാഖിന്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഇറാഖിനെ ആക്രമിക്കണം. പല രാജ്യങ്ങളും പറഞ്ഞു ഇറാഖിനെ ആക്രമിക്കാൻ പാടില്ല, അത് ചർച്ചയിലൂടെ പരിഹരിക്കണം. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എയ്ഡ്സ് വല്ലാതെ വ്യാപിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എയ്ഡ്സ് വന്ന ആൾക്കാരെ താമസിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ അടുത്ത് നമ്മള് ഈ കൊറോണ സമയത്ത് ക്വാറന്റൈൻ നടത്തിയത് മാതിരി ആ സമയത്ത് എയ്ഡ്സ് ബാധിച്ച ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി സെല്ലുകൾ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മാധ്യമത്തിൽ വന്നൊരു കാർട്ടൂൺ എന്ന് ഓർമ്മിക്കുകയാണ്. എയ്ഡ്സ് എന്ന് എല്ലാവർക്കും അറിയാം, AIDS, അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം.
അന്ന് മാധ്യമത്തിൽ വന്ന ഒരു കാർട്ടൂൺ ഇതായിരുന്നു. ഒരു എയ്ഡ്സ് സെല്ലില് ജോർജ് ബുഷിനെ ചുറ്റും കയറുകൊണ്ട് കെട്ടി വരിഞ്ഞ് ബന്ധിച്ചിരിക്കുകയാണ്. ഈ കയറെന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളുടെ എതിർപ്പാണ്, യുദ്ധത്തിനെതിരെയുള്ള എതിർപ്പാണ്. ബുഷിന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. ഈ എല്ലാ എതിർപ്പും ഉണ്ടായിട്ടും ബുഷ് സദ്ദാം ഹുസൈന് നേരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് പറഞ്ഞിട്ടും യുദ്ധം ചെയ്യാതിരുന്നില്ല. യുദ്ധം തുടങ്ങി. എന്നിട്ട് അതിന്റെ അടിക്കുറിപ്പായിട്ട് കൊടുത്തിരിക്കുകയാണ് എയ്ഡ്സ് അക്വയർഡ് ഇറാഖ് ഡിസ്ട്രക്ഷൻ സിൻഡ്രം. ഒരുപാട് ആഴത്തില് നമ്മൾ ചിന്തിപ്പിച്ചൊരു കാർട്ടൂണായിരുന്നത്. അക്വയർഡ് ഇറാഖ് ഡിസ്ട്രക്ഷൻ സിൻഡ്രം, നോ മെഡിസിൻ നോ ക്യൂർ. ഇറാഖിനെ നശിപ്പിക്കണമെന്ന് അവർ ഉറപ്പിച്ച് തീരുമാനിച്ചതാണ്. അതിന് മെഡിസിൻ ഇല്ല, അതിനൊരു പരിഹാരവും ഇല്ല, ഒരു ചർച്ചയില്ല. അതേ ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ നശിപ്പിക്കണം, അതിന് വേറെ ചർച്ചയും കാര്യമൊന്നുമില്ല. അവരുടെ കയ്യിൽ ഈ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷന്റെ ഇന്ധനം അവരുടെ കയ്യിലുണ്ടെന്നുള്ളതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ഇരുമ്പെന്ന പ്രത്യേക ലോഹം അത് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നതാണ്, ഭൂമിയിൽ ഉണ്ടായതല്ല എന്നത് വളരെ കൃത്യമായി ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം പ്രൂഫ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അതും ഈ കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ ഇത് 1416 വർഷം മുമ്പ് പറഞ്ഞു വെച്ചതാണ്.